തിരുവനന്തപുരത്ത് 18 വയസ്സുകാരന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി. ഒന്നാം പ്രതി അജിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്തി കണ്ടെടുത്തത്. കുട്ടികൾ തമ്മിൽ സ്കൂളിൽ വെച്ചുണ്ടായ സംഘർഷം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിടെയാണ് ജഗതിയിൽ നിന്നുള്ള സംഘം അലനെ കുത്തിക്കൊലപ്പെടുത്തിയത്. പട്ടാപ്പകൽ 18-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവാണ് ഇന്ന് പോലീസിന് ലഭിച്ചത്. അലന്റെ മരണത്തിന് കാരണമായ ആയുധമാണ് കൊല നടന്ന് 10 ദിവസത്തിനു ശേഷം പോലീസ് കണ്ടെത്തിയത്. കുട്ടികൾ തമ്മിൽ സ്കൂളിൽ നടന്ന സംഘർഷം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിച്ചുവരുത്തിയായിരുന്നു അലനെ കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന തൈക്കാട് ശാസ്താംകോവിലിന് സമീപമെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ കത്തി തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായെന്നാണ് മുഖ്യപ്രതി അജിൻ പറഞ്ഞത്. ആയുധം മനഃപൂർവ്വം മറച്ചുവെച്ച ശേഷം കേസിന്റെ തെളിവില്ലാതാക്കാനാണ് പ്രതികളുടെ ശ്രമമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായത്. പ്രതികളായ അജിൻ, നന്ദു, കിരൺ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കത്തി എവിടെയെന്ന വിവരം വെളിപ്പെടുത്തിയത്. കൊല നടന്ന ദിവസം തന്നെ മുഖ്യപ്രതിയായ അജിൻ കത്തി തന്റെ സുഹൃത്തായ ശരത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു. ശരത്തിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അലനെ മർദ്ദിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. തെളിവെടുപ്പിനിടെ അലനെ കുത്തിയ രീതി അജിൻ പോലീസിന് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ തിങ്കൾ വൈകിട്ട് 5-നാണ് തൈക്കാട് ശാസ്ത ക്ഷേത്രത്തിന് സമീപം അലൻ എന്ന 18-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.